തിരുവനന്തപുരത്ത് ബി.ജെ.പി. ജില്ലാ നേതാക്കൾ CPIM-ലേക്ക് മഹിളാ മോർച്ച നേതാവ് നിഷ മോനി, വക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ജൂലി സുനിൽ എന്നിവരാണ് CPIM-ൽ ചേർന്നത്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A റഹീം ഇരുവരെയും സ്വീകരിച്ചു. മേഘന മുരളി തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മേഘന, എന്താണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു മാറ്റം? ബി.ജെ.പിയിലെ നേതാക്കൾ എന്താണ് അവരുടെ നിലപാട്? ഒപ്പം CPM എങ്ങനെ കാണുന്നു ഈ പുതിയ ആൾക്കാരുടെ ഈ പാർട്ടി പ്രവേശനത്തെ? പ്രജിൻ ക്രിസ്റ്റീന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വക്കം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് ബി.ജെ.പി. നേതാക്കളാണ് ഇപ്പോൾ CPM-ലേക്ക് ഒരു കൂടുമാറ്റം നടത്തിയിട്ടുള്ളത്. അതിൽ OS അംബികയിലൂടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം നിലനിർത്താനുള്ള ഒരു പ്രയത്നത്തിലാണ് LDF. അതിന് മുതൽക്കൂട്ടാകുമെന്ന് കരുതി തന്നെയാണ് നിലവിൽ ഈ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള A റഹീം തന്നെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ജൂലി സുനിൽ ബി.ജെ.പി. വക്കം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു. അതുപോലെ നിഷ മോനി മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ CPM-ലേക്ക് ചേർന്നിട്ടുള്ളത്. അതിന് കാരണമായി പറയുകയും ചെയ്യുന്നത് ബി.ജെ.പിയിൽ നിന്ന് അവഗണന നേരിട്ടു, അതുകൊണ്ടാണ് ഒരു പാർട്ടി കൂടുമാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കൂടാതെ CPM-ൽ LDF-ൽ ഇനി സജീവമായി പ്രവർത്തിക്കുമെന്നുള്ള കാര്യം കൂടി ഇരുവരും പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ CPM ജില്ലാ നേതൃത്വം ഇതിനെ കാണുന്നത് ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്താനുള്ള, അതുപോലെ തന്നെ OS അംബികയെ MLA ആക്കി വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന് മുതൽക്കൂട്ടാകും ഈ പാർട്ടി പ്രവേശനം എന്ന് തന്നെയാണ്. കൂടാതെ ബി.ജെ.പിക്ക് ശക്തി കേന്ദ്രമായിട്ടുള്ള വക്കം മേഖലയടക്കം അതിന്റെ ബി.ജെ.പിയുടെ ശക്തി കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ട് മുൻപ് എന്നുള്ളതാണ് A റഹീമും പറയുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.